കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം. കുട്ടിക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സ കിട്ടിയില്ലെന്നാണ് പരാതി. ഇടുക്കി കട്ടപ്പന സ്വദേശി വിഷ്ണുവിന്റെയും ആശയുടെ മകൾ അവർണികയാണ് മരിച്ചത്. അവിടെ ഒരു ഡ്യൂട്ടിയിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവർക്ക് ചെന്നപ്പോൾ തൊട്ടേ ചതുർത്ഥി, നമ്മളെ കാണുന്നത് തന്നെ അവർക്ക് ചതുർത്ഥി. അവർ ചെന്നപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവരെന്നോട് പറയുന്നത്, ഞാൻ ഹസ്ബൻഡും കൊച്ചു പിള്ളേർ 2 പേരേ ഉള്ളൂ. ഹസ്ബൻഡിനെ അവരവിടെ ആ പരിസരത്തേക്ക് നിർത്തത്തില്ല. പോയി പിന്നെ ഇവളെ എനിക്ക് പുറത്ത് നിർത്തിയിട്ട് പറ്റത്തില്ല. അവരൊന്ന് നാളെ രാവിലെ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം, ഇവിടെ കൊച്ചിനെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വയറുവേദനയായിട്ട് വന്ന് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ രാവിലെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണ് കൊച്ചിൻ്റെ കണ്ടീഷൻ ഇത്രയും മോശമായത്. പിന്നെ നമ്മൾ തീർത്തും വയ്യാന്ന് പറഞ്ഞിട്ട് പോലും അവരൊന്നും ശ്രദ്ധിക്കാൻ പോലും അവർ തയ്യാറല്ല. കുഞ്ഞ് ഛർദ്ദിച്ചതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ തീർത്തും വയ്യ കുഞ്ഞിന് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 5 മണി എങ്ങാണ്ട് ഇപ്പോൾ വന്നപ്പോൾ 2 ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ് കൊച്ചിന് നിൽക്കാൻ പോലും വയ്യ. തീർത്തും അതുവരെ അവൾ കിടക്കുമായിരുന്നു. തീർത്തും എണീക്കാൻ പോലും വയ്യ, ഇരുന്നിരുന്ന് പോകാൻ. നമ്മളന്നേരം സിസ്റ്ററിനെ വിളിച്ചു, ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിന് തീർത്തും വയ്യാന്ന് പറയുമ്പോൾ അവർ കൊച്ചു ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണമാണെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് കളറൊക്കെ മാറി, ചുണ്ടിൻ്റെയും നാക്കിൻ്റെയൊക്കെ കളറ് മാറി. അന്നേരമാണ് പൾസൊക്കെ സ്ലോ ആയി. കഴിഞ്ഞ ദിവസം വയറുവേദനയെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലേക്കാണ് മരണം സംഭവിച്ചത്. കുട്ടിക്ക് ഫിറ്റ്സ് വന്നുവെന്നും അതുമൂലമുള്ള ശ്വാസതടസ്സമാണ് മരണകാരണമെന്നും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു.